കൊല്ലത്ത് കടയിൽ വെച്ച മകൻ അച്ഛനെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു. മങ്ങാട് താവുട്ടുമുക്ക് ഇന്ദ്രശീലയിൽ രവീന്ദ്രനാണ് മരിച്ചത്. മകൻ അഖിലിനെയും കടയിലെ ജീവനക്കാരിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൂന്നാം കുറ്റിയിലെ രവീന്ദ്രന്റെ സിറ്റി മാക്സ് കളക്ഷൻസ് എന്ന ഫാൻസി കടയിൽ വെച്ചായിരുന്നു കൊലപാതകം. അച്ഛനും മകനും തമ്മിലുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവമുണ്ടായത്. രവീന്ദ്രനും ജീവനക്കാരിയും മാത്രമായിരുന്നു ആ സമയത്ത് കടയിലുണ്ടായിരുന്നത്. അഖിൽ വന്ന ശേഷം രവീന്ദ്രനുമായി വഴക്കുണ്ടായി. ഇതിനിടയിൽ രവീന്ദ്രൻ അഖിലിനെ കയ്യിൽ കിട്ടിയ ചുറ്റിക ഉപയോഗിച്ച് രവീന്ദ്രന്റെ തലയ്ക്ക് തിരിച്ചടിച്ചു. നിലത്ത് വീണ രവീന്ദ്രനെ അഖിലും ജീവനക്കാരിയും ചേർന്ന് മാറ്റിക്കിടത്തി. നിലത്തു തളം കെട്ടിയ രക്തം ഇരുവരും തുടച്ചു നീക്കി. അച്ഛനെ മർദ്ദിച്ച വിവരം വിദേശത്തുള്ള സഹോദരനെ അഖിൽ വിളിച്ചറിയിച്ചു. ഇതിനിടയിൽ ജീവനക്കാരി പുറത്തിറങ്ങി മറ്റു കടക്കാരോടും വിവരം പറഞ്ഞു. ഇതിലിവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം കൂടി നിൽക്കുന്നു. പോലീസുകാർ അകത്തുണ്ട്. അന്നേരം വലിച്ചഴച്ച് റൂമിൻ്റെ അകത്ത് ബാക്ക് സൈഡിലാണ് പോയി ബോഡി ഇട്ടിരിക്കുന്നത്. മകനാണ് ഇത് ചെയ്തതെന്നാണ് പറഞ്ഞത്. അങ്ങനെ മകനെയും ഇവിടുത്തെ ഒരു സ്റ്റാഫിനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്. ബ്ലഡൊക്കെ തുടച്ച് സ്റ്റാഫ് തുടച്ച് മാറ്റിയെന്നാണ് പറയുന്നത്. അത് വേറെ എല്ലാം പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതേ ഉള്ളൂ. വിദേശത്തുള്ള സഹോദരൻ അറിയിച്ചതിനെ തുടർന്ന് 2 പേരെത്തി കടയിൽ കയറി നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. ഇവർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി അഖിലിനെയും കടയിലെ ജീവനക്കാരിയെയും കസ്റ്റഡിയിലെടുത്തു. വിരലടയാള വിദഗ്ധരെത്തിയ ശേഷമാണ് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത്. കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തു വരികയാണെന്ന് കിളിക്കല്ലൂർ പോലീസ് പറഞ്ഞു. റിപ്പോർട്ടർ, കൊല്ലം.